വായനാ സദസ്സും മുക്തിയോദയം കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കൊല്ലം സിറ്റി പോലീസ് നേതൃത്വം നൽകി വരുന്ന ലഹരിവിരുദ്ധ സംയുക്ത കർമ്മ പദ്ധതിയായ മുക്തിയോദയം പദ്ധതി കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനവും വായനാ സദസ്സും സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ IPS ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മുക്തിയോദയം പദ്ധതി ഡ്രഗ്സിൻ്റെ എതിരെ ഉള്ള ഒരു പദ്ധതിയാണ്. അതിൻ്റെ 3 ലക്ഷ്യങ്ങളുണ്ട്. 1 പ്രിവെൻറ്റീവ് മെഷേഴ്സ്, 2 എൻഫോഴ്സ്മെൻറ്റ്, 3 റിഫോം ആൻഡ് റീഹാബിലിറ്റേഷൻ. അപ്പോൾ ഈ 3 സ്റ്റെപ്സിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സിൽ വരുന്നതാണ് ക്യാച്ചിങ് ദം യങ്. അതായത് യങ് ഏജിൽ തന്നെ കുട്ടികൾക്കൊരു മെൻ്റൽ ആയിട്ട് എങ്ങനെയാണ് അവർക്കൊരു ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് എനി സോർട്ട് ഓഫ് ഇതുപോലത്തെ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടാനുള്ള വിഷമം വരുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ തെറ്റായ വഴികളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനു പകരം എങ്ങനെയോ ശക്തമായ മനസ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ആ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സായിട്ട്, അതായത് ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഫയർ വാൾ എങ്ങനെയാണ് വൈറസിനെ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പുറമേ നിന്നുള്ള നെഗറ്റീവ് ആൻറ്റിജൻസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ തന്നെ മാനസികമായിട്ട് എങ്ങനെ ഒരു പ്രതിരോധ ശക്തി വളർത്തിയെടുക്കാം, അതിനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സിൽ. അത് കഴിഞ്ഞിട്ട് എൻഫോഴ്സ്മെൻറ്റ്, ഓബ്വിയസ്ലി പോലീസ്, എക്സൈസ് എല്ലാവരും കൂടി ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വിൽക്കാൻ നടക്കുന്ന ആൾക്കാരെ നമ്മൾ കേസെടുത്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റീഫോം ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇനി എങ്ങാനും ആരെങ്കിലും അതിൽ പെട്ട് കഴിയുകയാണെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് തിരിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ അവരുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ഇതെല്ലാം അടങ്ങുന്ന വിവിധ വകുപ്പുകളുടെ ഏകോപീകരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ മുക്തിയോദയത്തിൽ ഫസ്റ്റായിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയത് കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക്സ് ആണ്. അതിൽ ഫീൽഡ് ലെവലിൽ ആർക്കൊക്കെ സ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ അവർക്ക് കൗൺസിലിംഗ് ആ സ്ഥലത്തേക്ക് വന്ന് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസ്, മറ്റേ മ്യൂസിക്, ഡാൻസ്, ഡ്രോയിങ്, പെയിൻറ്റിങ്, അങ്ങനത്തെ ഒരുപാട് പാരലലായിട്ടുള്ള ആക്ടിവിറ്റീസ് അവരുടെ ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്കൊരു ഫോക്കസ്ഡ് കരിയർ ആൻഡ് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് പാത്ത് ഉണ്ടായി കിട്ടാനുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ വരാതെ ഇരിക്കാനുള്ള എന്തൊക്കെ മാർഗമുണ്ട് അതെല്ലാം നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് റീഡിങ്. അപ്പം എല്ലാവർക്കും അറിയാം, വായന ഒരു നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസിനെ തന്നെ വളരെയധികം എൻറിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സദസ്സിൽ നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രമാണ് കാണാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു ഫോർമൽ പ്രോഗ്രാം ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. സോ ഞാൻ ഇനി കുട്ടികൾ ഏത് ബുക്സാണ് കൊണ്ടുവന്നത്, ഏതാ വായിക്കാൻ പോകുന്നത്, അതെല്ലാം കൂടുതൽ ഇൻട്രസ്റ്റഡ്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഫോർമലായിട്ട് ഇത് ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് ഹാർദവമായി അനൗൺസ് ചെയ്യുന്നു. താങ്ക് യു. മുക്തിയോദയം പദ്ധതി കോർഡിനേറ്റർ രാജീവ് R, കോട്ടാത്തല ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 50ഓളം അച്ഛന്മാരെയും അമ്മമാരെയും സംരക്ഷിക്കുന്നതിനും അപ്പുറം ഈ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. അതിനുമപ്പുറം ഒരു ഗ്രന്ഥശാല, ലൈബ്രറി കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ഗ്രന്ഥശാല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുമപ്പുറം സമുദ്രതീരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഇങ്ങനെ നമ്മുടെ മലയാള സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന, സംഗമിക്കുന്ന ഒരു പ്രവർത്തന കേന്ദ്രമാണ് ഈ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം. നമുക്കറിയാം, നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ ഇവിടെ വളരെ മനോഹരമായ പാട്ടുകൾ, ഗാനാലാപന, ഒരു ഗാനാർച്ചന എന്ന് പറയാം, നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അതെല്ലാം ഇവിടുത്തെ തന്നെ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തകരാണ് എന്ന് പ്രിയപ്പെട്ട റുവൽ സിംഗ് പറഞ്ഞപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ വൃദ്ധരെ സംരക്ഷിക്കുന്ന, നമ്മളെ അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന, സൗജന്യമായി ആംബുലൻസ് സർവീസ് നടത്തുന്ന, ഒട്ടേറെ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നല്ലൊരു മനുഷ്യാവകാശ സാംസ്കാരിക പ്രവർത്തനമാണ് ഇതിൻ്റെ സംഘാടകനായിട്ടുള്ള റുവൽ സിംഗ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ കൊല്ലം സിറ്റി പോലീസിൻ്റെ പേരിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, ബഹുമാനപ്പെട്ട സിറ്റി ജില്ലാ പോലീസ് മേധാവി ശ്രീമതി കിരൺ നാരായണ IPS, ആ മാഡത്തിൻ്റെ ഒരു സവിശേഷമായ പദ്ധതിയാണ് മുക്തിയോദയം എന്ന് പറയുന്നത്. നമ്മളിവിടെ നമുക്കറിയാം, സെറ്റിൽമെൻറ്റ് ഉന്നതി പോലുള്ള സ്ഥലങ്ങളിൽ ഉയരങ്ങളിലേക്ക് പോകാൻ വെമ്പുന്ന ഒട്ടേറെ കുട്ടികളുണ്ട്. അവരുടെ ആശയാഭിലാഷങ്ങൾക്കനുസരിച്ച് അവരെ മാറ്റിയെടുക്കുവാൻ പര്യാപ്തമായ കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യപടി. ഇന്നിവിടെ നമ്മുടെ കല്ലുവാതക്കൽ സെറ്റിൽമെൻറ്റ് കോളനി, അതുപോലെ തന്നെ 20 വീട് ഉന്നതി തുടങ്ങിയ 300ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തിന് വേണ്ടിയുള്ള ഒരു കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് ഇന്നു മുതൽ എല്ലാ ഞായറാഴ്ചയും ഇവിടെ നമ്മൾ സൈക്കോളജിക്കൽ കൗൺസിലർ ശ്രീ വിവേകിൻ്റെ പേരിൽ, വിവേകിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ പ്രവർത്തിക്കും എന്നുള്ള വിവരം കൂടി അവസരത്തിൽ അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്ന ചടങ്ങ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ലഹരിയിൽ നിന്ന് കുട്ടികളെ, യുവാക്കളെയൊക്കെ മാറ്റി എടുക്കാൻ വേണ്ടി ബാല്യകാലത്ത് തന്നെ അവരിൽ വായന ലഹരിയാക്കുവാൻ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് മേധാവി ആവിഷ്കരിച്ചിട്ടുള്ള വായനാ സദസ്സുകൾക്കും ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ഈ സെറ്റിൽമെൻറ്റ് ഉന്നതി എന്നൊക്കെയുള്ള നിരവധി കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കി കുട്ടികൾ കൂടി പരിപാടി തുടങ്ങുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വായനാ സദസ്സിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, ലഹരിയിലേക്ക് പോകുന്നതിന് പകരം വായന ലഹരിയാക്കി നമ്മുടെ ജീവിതം ലഹരിയാക്കണമെന്നുള്ളൊരു വലിയ സന്ദേശം കൂടി ഇന്നിവിടെ കൊല്ലം സിറ്റി പോലീസിന് വേണ്ടി ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് മേധാവി നമ്മളുമായിട്ട് സംവദിച്ചുകൊണ്ട് തുടക്കം കുറിക്കുന്നു. ഔപചാരികത ഒന്നും വേണ്ടാതെ കുട്ടികളുമായി അല്പസമയം സംവദിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ബഹുമാനിയായ കമ്മീഷണർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വർത്തമാനം പറഞ്ഞു നീട്ടുന്നില്ല. ഈ സമുദ്രതീരം എന്ന അഭയകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ട് 5 വർഷം തികയാൻ പോവുകയാണ്. 5 വർഷം പൂർത്തിയാവുകയാണ്. നവംബർ 1-ന് 6-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 43 അച്ഛനമ്മമാരുണ്ട്. അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം ഇവിടെ മനോഹരമായി സജ്ജീകരിച്ച ഒരു ലൈബ്രറി ഉണ്ട്. ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ അഫിലിയേഷനുള്ള ലൈബ്രറിയുമായി ചേർന്നുകൊണ്ടാണ് ഒട്ടനവധിയായ പരിപാടികൾ നടത്തി വരുന്നത്. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ ചുമതലയിൽ കൊല്ലം കേന്ദ്രീകരിച്ച് തുടങ്ങിവെച്ച മുക്തിയോദയം എന്നൊരു പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ വയോജന കേന്ദ്രത്തിൽ കൂടി ഒരു ഹെൽപ്പ് ഡെസ്ക് സമാരംഭിക്കുകയാണ്. അത് വലിയ പ്രയോജനപ്പെടും. ഈ പ്രദേശം ഉന്നതി കോളനി എന്നുള്ള പേര് മാറ്റി ഉന്നതിയായപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ, പാറയിൽ ഭാഗം മുഴുവൻ അത്തരം ഒരു കേന്ദ്രം നിറഞ്ഞു നിൽക്കുന്ന ഉന്നതി പ്രദേശങ്ങളാണ്. ഏറ്റവും താഴ്ന്ന കുഞ്ഞുങ്ങൾ, ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലെ മക്കളുമാർ പഠിക്കുന്ന ഒരു പ്രദേശത്ത് ഇവിടെ നിന്നും ഡോക്ടർമാരുണ്ടാകുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകുന്നു, മറ്റ് വിവിധ വിഭാഗങ്ങളിലേക്ക് ഉയർന്ന ആളുകൾ ഇവിടെ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിനൊപ്പം തന്നെ ലഹരിയുടെ ഒരു പിടിമുറുക്കം കൂടി നമുക്കിടയിലേക്കെല്ലാം, ഇവിടെ മാത്രമല്ല എല്ലായിടങ്ങളിലും ലഹരിയുടെ പിടിമുറുക്കം വരിഞ്ഞ് മുറുക്കുകയാണ്. ആ ലഹരിയുടെ ആ വരിഞ്ഞു മുറുക്കത്തിൽ നിന്നും ഒരു അയവുണ്ടാക്കാൻ വേണ്ടിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണ IPS മുൻകൈയെടുത്ത്, എനിക്ക് തോന്നുന്നു ജനുവരിയിലാണ് മാഡം കൊല്ലത്ത് സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതല ഏറ്റെടുത്തത്. ഏപ്രിൽ മാസത്തോടുകൂടി ഇത്തരമൊരു പദ്ധതി, മാതൃകാ പദ്ധതി നടപ്പാക്കുകയുണ്ടായി. ആ മാതൃകാ പദ്ധതി ഞാൻ മനസ്സിലാക്കുന്നത് 12 ഉന്നതികളിൽ ഇത്തരം യോഗങ്ങൾ വിളിച്ചു കൂട്ടി. ഇത് വർത്തമാനത്തിനുള്ളതല്ല, വർത്തമാനത്തിനുള്ളതാണ്, സംവാദങ്ങൾക്കുള്ളതാണ്. എന്നാൽ ഒരു ഉദ്ഘാടന ചടങ്ങോ മറ്റുള്ളവയോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. കുട്ടികളുമായി സംവദിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, അവർക്ക് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ നൽകുക, അവരെ മറ്റൊരു രീതിയിലേക്ക് മറച്ചു ചിന്തിക്കുക. അത് പുസ്തകങ്ങളിൽ കൂടിയേ കഴിയത്തുള്ളൂ. നമ്മളെല്ലാം വായിച്ച് വളർന്നവരാണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നൊക്കെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഒരുവിധം ആളുകളെല്ലാം നന്നായി വായിച്ച് ശീലിച്ചവരാണ്. കുഞ്ഞുങ്ങൾ കൂടി അതേ പാതയിൽ കൂടി വന്നെങ്കിൽ മാത്രമേ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. അതിന് വലിയ പ്രചോദനം നൽകുന്ന ഒരു പദ്ധതിയാണ് മുക്തിയോദയം പദ്ധതി. ജില്ലയിൽ ഈ സിറ്റിയുടെ കീഴിൽ 20-ലധികം കേന്ദ്രങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു, സംവാദങ്ങൾ സംഘടിപ്പിച്ചു, കുട്ടികൾക്കുള്ള മത്സരങ്ങൾ നടത്തി വരുന്നു. അതിനെല്ലാം എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വയോജന കേന്ദ്ര സമുദ്രതീരത്തിൽ കൂടി ഇത്തരമൊരു പദ്ധതി നടപ്പാക്കാൻ കാണിച്ച ആ വലിയ മനസ്സിന് നന്ദി കൂടി പറഞ്ഞുകൊണ്ട്
ബഹുമാനിയായ ഉദ്ഘാടക ഇവിടെ ഒരു സന്ദർശക കുറിപ്പ് എഴുതുന്ന തിരക്കിലായതുകൊണ്ടാണ് 2 മിനിറ്റ് എടുത്തത്, ക്ഷമിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കുട്ടികളുമായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ IPS വായനാശീലത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും ലഹരി വിരുദ്ധ ക്ലാസ് നയിക്കുകയും ചെയ്തു. എൻ്റെ പേര് സമുദ്ര. അപ്പോൾ ഞാൻ ലാസ്റ്റ് വായിച്ചൊരു നോവലാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അതിലൊരു കോളേജ് ലൈഫാണ്, ഒരു ഗേൾ. അപ്പം അവളുടെ കോളേജ് കാര്യങ്ങളും എൻജോയ്മെൻറ്റും, അവിടെ വെച്ച് ഒരാളെ കണ്ടുമുട്ടുന്നു. അവൾ ഡെയിലി ഡയറി എഴുതുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ ഈ ഒരു ഡയറി ഒരു ഹോട്ടലിൽ വെച്ചിട്ട് മിസ്സാവുന്ന ടൈമിൽ അവൾ ശ്രദ്ധിച്ചില്ല. തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. അങ്ങനെ അന്ന് നൈറ്റ് അവൾ ഡയറി എഴുതാൻ നോക്കിയപ്പോൾ ഡയറി മിസ്സിങ്. അങ്ങനെ പിറ്റേ ദിവസം ആ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഹോട്ടലിൽ ചെന്ന് ഡയറി നോക്കുന്നു. അപ്പം അവർ പറഞ്ഞു അവർ കണ്ടിട്ടില്ല, അത് വേറെ ആരെങ്കിലും എടുത്തു കാണുമെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഈ ഡയറി അവരുടെ കയ്യിൽ പെട്ടിട്ട് ഈ പെൺകുട്ടിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവരങ്ങനെ മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. കുറേ കാൾ ഇങ്ങനെ ഇവർ ഫ്രണ്ട്സായിട്ട് പോകുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാകുന്നു. അങ്ങനെ ഇവള് ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാളും ഇവനെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് അവൻ ഇവളെ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ ഇതിലൂടെ ഒരു ലെസൺ അങ്ങനെ തരുന്നതാണ്, നമ്മൾ ബാക്കിയുള്ളവർ സ്നേഹിക്കുന്നതിനേക്കാളും സ്വയം സ്നേഹിക്കണം. സോ സെൽഫ് ലവ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് നിർത്തുന്നത്. ചന്ദ്രൻ. ഞാൻ വായിച്ചത് ആടുജീവിതമാണ്, ബെന്യാമിൻ്റെ ആടുജീവിതം. നജീബിനെ കുറിച്ചുള്ളൊരു ജീവിതം അതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ്. വീട്ടിലെ കഷ്ടപ്പാട് കാരണം ഗൾഫിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഒരു അറബി തന്നെ തട്ടിക്കൊണ്ട് പോകുന്നു. ഒരു ആട് മേയ്ക്കാനായിട്ടാണ് പോകുന്നത്. കാരണം കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം ഓർത്തിട്ടാണ് ഗൾഫിൽ പോയത്. പക്ഷെ അതിനേക്കാളും കഷ്ടപ്പാടായി പോയി അവിടെ ചെന്നപ്പോൾ. ഒരുപാട് വർഷങ്ങളായിട്ട് കൊടുക്കുന്ന ഒരു റൊട്ടി, വെള്ളവും പച്ചവെള്ളം, അത് തന്നെ കൊടുക്കുന്നത് തന്നെ ഒരു ലിമിറ്റിട്ടാണ് എല്ലാവരും കൊടുക്കുന്നത്. പുള്ളിക്കാരൻ കൊടുക്കുന്നത് അവിടെ കൊടുത്ത് കൂടെ ജോലി ചെയ്യുന്ന വർഷങ്ങളായിട്ടുള്ളൊരു ഭീകരരൂപി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഭീകരരൂപി എന്നാണ് പറയുന്നത്. കാരണം പേരറിയത്തില്ല, സ്ഥലം അറിയത്തില്ല, ഭാഷ തന്നെ വേറെയാണ്. അപ്പോഴും പുള്ളി ഒരു ദിവസം കാണാതാകുന്നു. രക്ഷപ്പെട്ടു എന്ന് കരുതിയ വ്യക്തി കുറേ നാളുകൾക്ക് ശേഷം ഒരു ശവശരീരം കാണുക. അതോടെ മനസ്സിലായി ആ ഭീകരരൂപിയാണല്ലോ ഇതെന്ന് ഈ നജീബിന് മനസ്സിലാവുക. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ആഫ്രിക്കക്കാരൻ അവിടെ വരിക. അത് പുള്ളിയുടെ വിചാരം അത് പടച്ചോനാണെന്നാണ് കരുതിയിരിക്കുന്നത്. ആ ഒരു വ്യക്തിയിൽ നിന്നാണ് നജീബ് രക്ഷപ്പെടുന്നത്. ഒരു കല്യാണത്തിൻ്റെ തലേന്ന് ഈ അറബികളെല്ലാം കല്യാണത്തിന് പോയ തക്കം നോക്കിയാണ് അവരവിടുന്ന് രക്ഷപ്പെടുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അത് പക്ഷേ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ലെന്നാണ് കഥയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് നജീബിനും ആർക്കും അറിയില്ല. നല്ലൊരു കഥയാണ് ബെന്യാമിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടണ്ട? നല്ലൊരു കഥയാണ്. എല്ലാവരും സിനിമ കാണുന്നതിനേക്കാളും ഒരുപാട് രസകരമായിട്ട് വായിക്കാനാണ് പറ്റുന്നത്. ഞാൻ ഒരു 4-5 വട്ടം വായിച്ചിട്ടുണ്ടാകുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു നോവലാണത്. എൻ്റെ പേര് അനൂപ്. ഞാനും ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. എനിക്കിഷ്ടമായിട്ടുള്ള കഥ ദ ഫസ്റ്റ് ഫ്ലൈ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ ഒരു കാക്കയെ കുറിച്ചുള്ളൊരു കഥ, പറക്കാൻ പറ്റാത്തൊരു കാക്ക, അതിനെക്കുറിച്ചുള്ള ഇഷ്ടമുള്ള കഥ കടൽ കാക്ക എന്ന് പറയുന്നത്. ഇത് ഒരു കാക്ക എന്ന് പറഞ്ഞാൽ 3 സഹോദരങ്ങളുണ്ട്. ഏറ്റവും ഇളയതാണ് ഈ ഒരു പറയുന്ന കാക്ക. വയ്യാത്തൊരു കാക്കയാണ്, പറക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവരും മാത്രം പറന്ന് നടക്കുന്നു. ഇവരടുത്ത് പറഞ്ഞു വേറെ സ്ഥലത്തോട്ട് മാറണം, ഇവന് മാത്രം പറക്കാൻ പറ്റില്ല. ഇവരെ അമ്മയും അച്ഛനും സഹോദരങ്ങളും വേറെ കടൽ തീരത്തിലോട്ട് മാറുന്നു. ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ, പറക്കാൻ പറ്റാതെ. ഇവന് വിശക്കുന്നു. അവർ അച്ഛനും അമ്മയും അപ്പുറ സൈഡിൽ നിന്ന് ആഹാരങ്ങൾ ഭക്ഷിക്കുന്നു. പിന്നെ അമ്മ അവസാനം ലാസ്റ്റ് അമ്മ ഇവനെ പറക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു പൊക്കപ്പുറത്തുനിന്ന് താഴോട്ട് അവൻ വീഴുന്നു, കടലിലോട്ട് വീഴുന്നു. അവൻ ലാസ്റ്റ് പറന്ന് കയറുന്നു. അതാ കഥ.
സമുദ്രതീരം ചെയർമാൻ ഉർവൽ സിംഗ് എം, വിവേക് VK, രാജു D, ഗോപകുമാർ G, ജിനു, സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ S, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N. ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു.